ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമ്മുടെ സ്കിന്നിന് കൊണ്ടുവരുന്ന ഒരു കാപ്പിപ്പൊടി വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അധികം എഫേർട്ട് ഒന്നും ഇടേണ്ടി വരത്തില്ല. നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാനും ഒരു ക്ലീനപ്പ് അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുവരാനും പറ്റുന്ന അടിപൊളി ഒരു പാക്കാണ്. പാർട്ടിക്കും ഫംഗ്ഷനും പോകുമ്പോൾ വേഗം നമുക്ക് പാർലറിൽ പോയിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇതെങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തതെന്ന് കാണിച്ചു തരാം. സോ ഫസ്റ്റ് നമുക്ക് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് വേണ്ടത്. ഏത് കോഫി പൗഡറാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് വെച്ചിരുന്ന കാപ്പിപ്പൊടിയുടെ പാക്കറ്റിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ക്രഷായിട്ട്. അത് സാരമില്ല, നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്കും ഇതുപോലെ കുറച്ചെടുത്തിട്ട് ബാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ടൈറ്റായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഈ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ടൈറ്റായിട്ട് തന്നെ കെട്ടി വെച്ച് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കണം. ലൂസായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന നമ്മുടെ കാപ്പിപ്പൊടി കട്ടയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ പാക്കിലോട്ട് തിരിച്ച് വരാം. ഫസ്റ്റ് തന്നെ നമ്മൾ കാപ്പിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടയുള്ളതുപോലെയൊക്കെ തോന്നും. അത് സാരമില്ല, നമ്മളിങ്ങനെ വീണ്ടും മിക്സ് ചെയ്യുമ്പോഴേക്കും ആ കട്ടയൊക്കെ മാറി നന്നായിട്ട് ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ടാവും. പക്ഷേ ഭയങ്കര വെള്ളം പോലെ ഉണ്ടാവില്ല, ഒരു ഒട്ടുന്ന മാതിരി തന്നെ ഉണ്ടാവും. അത് സാരമില്ല, നമുക്ക് അങ്ങനെ തന്നെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് തീരെ കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഇത്രയും ഞാൻ ചെറിയ ക്വാണ്ടിറ്റി എടുത്താൽ എന്താ വെച്ചാൽ ഞാൻ ഫേസിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക്. കാര്യം ഞാൻ നല്ല ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാട്ടോ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം എൻ്റെ കംഫർട്ടിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ എടുക്കുക. അപ്പോഴേക്കും നമുക്ക് കഴുത്തിലും വേണമെങ്കിൽ നമുക്ക് കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു പാക്കാണ്. ഒരുപാട് സെലിബ്രിറ്റീസ് വരെ നിങ്ങൾക്ക് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾക്ക് അറിവുള്ള കാര്യം തന്നെയാണ് കാപ്പിപ്പൊടി സ്കിൻ വൈറ്റനിങ്ങിന് അടിപൊളിയാണെന്നുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്ക് സ്കിൻ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഏത് ഫേസ് വാഷ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് വെച്ച് നന്നായിട്ട് സ്കിൻ ക്ലീൻ ചെയ്യുക. അതിൽ പിന്നെ നമുക്ക് മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ ഞാനിവിടെ ബ്രഷ് വെച്ച് മെസ്സാവാതിരിക്കാനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ബ്രഷൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി നല്ല രീതിയിൽ. അപ്പോഴേക്കും ഈ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ അതൊക്കെ പോയിക്കോളും. പിന്നെ കോഫിയുടെ സ്മെല്ല് ഒത്തിരി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും. എല്ലാ ദിവസവും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പാക്കാണ്. പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഡാമേജ് ആയിരിക്കുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3-4 ദിവസം കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ, കുഴപ്പമില്ല. നിങ്ങൾക്ക് സൺ ടാൻ മാറാനൊക്കെ നല്ലതാണ്. സൺ ടാൻ തീരെ പറ്റാതെ ഒത്തിരി ടാൻ ആയിരിക്കുന്ന ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനൊപ്പം നിങ്ങൾക്ക് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് വളരെ നല്ലതാണ് സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 4 ദിവസം അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സൺ ടാൻ പോയിട്ടുണ്ടാവണം. അത് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫംഗ്ഷന് പോകുന്നതിന് മുന്നെയോ അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസമോ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ദിവസവും നമ്മുടെ ഒരു പേർപ്പസിന് വേണ്ടി മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഓൾറെഡി സൺ ടാൻ അല്ല ഡള്ളായിരിക്കുന്ന ഫേസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതൊരു 2 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സ്കിന്നൊന്ന് റിപ്പയർ ചെയ്ത് നമ്മുടെ ബാക്ക് ടു നോർമൽ അല്ലെങ്കിൽ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ടുവരുന്നത് വരെ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യുക. ഒരു 4 ദിവസം മാക്സിമം അത്രേ ആവശ്യം വരുള്ളൂ. അതിനുശേഷം ഇടയ്ക്ക് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആഴ്ചയിൽ 2-3 ദിവസം, അതല്ലാന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എപ്പോഴെങ്കിലും പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് രാവിലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതിൽ നമ്മൾ ആസിഡിക് ആയിട്ടുള്ള ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമല്ലേ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റോസ് വാട്ടർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ അന്ന് രാവിലെ തന്നെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതല്ല പാലാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ മതി. കാര്യം പാല് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഡയറക്റ്റ് നമ്മൾ വെയിലത്തോട്ട് അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്നത് അത്ര നല്ലതല്ല. 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് ഇത്രയും മാത്രം നമ്മുടെ ഫേസിൽ വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്യാം. ഒത്തിരി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട. ഇതൊരു സിറം പോലെ ഒരു സ്റ്റെയിൻ പോലെ ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്നത്. പക്ഷേ ഭയങ്കര വേർത്താണ് കേട്ടോ. ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾക്ക് ചിലവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് മസ്റ്റ് ട്രൈ ആണ്. അത്രയും റിസൾട്ട് തരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ
തന്നെ എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഇതിൽ ഞാൻ അങ്ങനെ വേറെ മാജിക് ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ, ജെന്യൂൻ ആയിട്ടുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പറയാനുള്ളത്, ഇത് നമുക്ക് ഒത്തിരി വലിച്ചു തുടയ്ക്കുകയൊന്നും ചെയ്യരുത്. ഈ പാക്ക് എന്നല്ല, എപ്പോഴായിരുന്നാലും നമ്മുടെ സ്കിന്നിൽ നമ്മൾ ടവൽ വെച്ച് നന്നായിട്ട് ഡ്രാഗ് ചെയ്ത് തുടയ്ക്കുന്നത് സ്കിൻ ഡാമേജ് ആക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സസ് ആയിട്ടുള്ള വെള്ളം ഒപ്പിയെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് എയർ ഡ്രൈ ആവാനായിട്ട് വിട്ടാൽ മതി. പിന്നെ മസ്റ്റായിട്ടും ചെയ്യേണ്ടത്, ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. യൂസ് ചെയ്ത് ലോക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.